കൈയും കാലും തല്ലി ഒടിച്ചാ മതിയായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വക്കീലെ. എല്ല് മുറികൂടിയ പകൻ പിന്നെയും തുടങ്ങൂലേ. ഓന്റെ ആരോഗ്യം നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. അന്ന് ഓനെ കൂടി ഏറി ഇനിക്കാണെങ്കിൽ മയ്യത്തായി പോയത്. കണ്ട കാക്ക എലി ഉടുമ്പും ഒക്കെ അല്ലേ തീറ്റ. വലിയ തടിയില്ലെങ്കിലും ഉള്ളത് ഇരുമ്പ. ദാ വന്നേക്കണ്. ഒരു ചായ തരുമോ? ഇവിടെ ഇല്ല. ഇത്തിരി ചൂടുവെള്ളം തരുമോ? ദിവസം വെള്ളം മൂന്ന് ചോദിക്കും. പൊക്കോണം ഇവിടുന്ന്. പോകാൻ പറഞ്ഞ അങ്ങോട്ട് പിടിക്കണോ? തൊട്ട് കൊണ്ടുപോടോ പോടോ. കഴിച്ചറേ. രണ്ട് മുറുകാണ്. രണ്ടെണ്ണത്തിന് ബുദ്ധിയില്ല. കൊറേ തല്ലുണ്ടല്ലേ? ഏറാ തടുക്കാൻ പറ്റുമോ? വല്ലതും കഴിച്ചോ? പച്ചവെള്ളം പോലും തരരുതെന്നാ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ കൊണ്ടുവന്നേ? എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നീന്റെ ആരാ? പെങ്ങളോ അല്ലെങ്കിൽ കെട്ടിയോളോ? പിന്നെ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. പോയിന്നാ ഞാൻ കരുതി. പോണതാ നല്ലത്. അങ്ങനെ വിചാരിച്ചതാ. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അപ്പോ നിന്റെ അമ്മയെക്കൊന്ന് ചെയ്താനെ കൊല്ലണ്ടേ? അച്ഛനും മുതലാളി എല്ലാരും കൂടെ സ്ഥലം വിടാൻ പറഞ്ഞപ്പോ സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ. അപ്പഴാ നിന്നെ ഓർത്തു. നന്നായി. ഇനി ഈ ചീത്തത്തരത്തിനൊന്നും പോവാണ്ട് നല്ല ആളാവ്. ആളുകൾ പറയണൊക്കെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ? അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ? തരുന്നതിന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം. അതിന് സ്ഥിരമായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? പറ, ഞാൻ മതിയോ? കൊമ്പൻ. ഞാൻ എടി എന്താണ്? എടാ, നീ നാട് നശിപ്പിക്കും. നീ എന്നെ ഇവിടെ എല്ലാം നശിപ്പിക്കും. അല്ല പട്ടി. അടിക്കല്ലേ? അടിക്കില്ല. രക്ഷിക്കൂ.
സംശയമില്ല. അപകടം പറ്റിയതെന്ന് എല്ലാരും പറയണ. ചിലര് ആത്മഹത്യയെന്നും പറയുന്നുണ്ട്. തോമസ് കുട്ടിക്ക് ശത്രുക്കൾ ആരുമില്ല. പോലീസിനോട് നിനക്ക് പറയാറുന്നില്ലേ ഞാനാണ്? മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ. എന്നാലും പറയായിരുന്നു. പറഞ്ഞ നിങ്ങളെ പോലീസ് പിടിച്ച തോമസ് കുട്ടി ജീവിച്ചു വരൂ. പിന്നെ നിങ്ങൾ ജയിലിൽ പോയ പുലി ഇറങ്ങി ആരാ കൊല്ല? കാണണം തോന്നുമ്പോ ഞാൻ എങ്ങനെ കാണാ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ. ഒരു പിടി മണ്ണ് എനിക്കും ഇടണം. നീ എന്നെ നശിപ്പിച്ചു അല്ലടാ? എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കള്ളും കുടിച്ച് ഇവിടെ വന്നാ കിടക്കണേ? ഇറങ്ങിപ്പോടാ. അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കേ? നീയാ ആ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള? ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛോ. എനിക്കെല്ലാം ഏറ്റു പറയണം. നാളെ കാലത്തെ വാ. പാതരാത്രിക്കല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്കു പൊട്ടി ചത്തുവോ? ഉള്ളേ കിടന്നിങ്ങനെ തെങ്ങുക. തോമസ് കൂടി ചത്തതല്ല അച്ചോ, ഞാൻ കൊന്നതാ, തള്ളിയിട്ട് കൊന്നതാ. ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തുറന്നൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ദൈവം രക്ഷിക്കും. പോട്ടെ അച്ചോ, എന്റെ കൈസറെ ആ പെണ്ണിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റ കൈപ്പോ. എന്നോട് സ്നേഹമുള്ളതാവും മാത്രമേ ഉള്ളൂ. അങ്ങനെ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി പെണ്ണ്. ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിപ്പോകുന്നു. ഞാൻ കൊന്നവനാ. അച്ഛനെന്നെ പോലീസ് പറഞ്ഞ് പിടിപ്പിച്ചോ? പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ. പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ, പുറത്ത് പറയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല. കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുവോ? ഇല്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ ഒരു കൈത്തെറ്റ് പറ്റി. അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കടമയേറ്റ നീ വന്നത്, അതും മറന്ന്
നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ? രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100 കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ചിലരെ മനസ്സിലാക്കാൻ 1 മണിക്കൂർ മതി. എന്തിന്? 1 നിമിഷം മതി. നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ട് നടന്ന അവനെ 1 മണിക്കൂർ കൊണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ? തനിക്ക് ആ വീട് തരാൻ പറ്റുമോ? വീട് തരാം, പക്ഷേ എന്താ ഒരു പക്ഷേ? ഇന്നലെ കൊണ്ടുവന്ന 10 മുറിയാക്ക് കുരുമുളക് അതിനുള്ളിലായിരിക്കണത്. അതവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും വരില്ല. ഇനി അവന്റെ ഉത്തരവാദിത്വം മുഴുവൻ അച്ഛനാ. ഞാൻ ഏറ്റവും തന്റെ ചരക്ക് അവിടെ ഇരിക്കുമ്പോ വാറുണ്ണിയുള്ളൊരു ഉറപ്പാ. നല്ല ഉറപ്പാ. കള്ളന്റെ കയ്യിലല്ലേ താക്കോല്? അല്ലപ്പാ, ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ്. എന്തൊക്കെയായാലും ക്രിസ്ത്യാനികളല്ലേ, അവര് ചേരണ്ടപ്പോ ചേരും. എന്തേ? കരക്കാരെ കൂടി തീരുമാനിച്ചതാ വാറുണ്ണിക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്, ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കണമെന്നൊക്കെ. അവസാനം കാര്യത്തോടെടുത്തപ്പോ അവരൊന്നായി. പനങ്കോടൻ അച്ഛൻ ഇപ്പോ രക്ഷകർത്താവായി. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം. അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞെന്നാ കേട്ടത്. നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയല്ലോ വൈദ്യരെ. എത്ര കയ്യിലും അണ്ണാൻ മരം കയറ്റം മറക്കൂ. എല്ലാരും കൂടെ എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. അച്ഛൻ അറിയാവുന്ന കാര്യം തന്നെ. വാറുണ്ണിയെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്ത അച്ഛനാണോ? അതെ. അച്ഛൻ ഇത് എന്നാ വിചാരിച്ച? ഈ നാട്ടിൽ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കണ്ടായോ? കുഞ്ഞച്ചൻ തന്നെയാണോ ഈ പറയുന്നത്? നീയാണോ ഈ നാട്ടിലെ സമാധാന പാലകൻ? എടാ, ആദ്യം നീ നന്നാക്. 2 കാലിലും ആനമന്തുള്ളവൻ ഉണ്ണിമന്തുള്ളവനെ മന്താന്ന് വിളിക്കരുത്. ആ കള്ള നായിന്റെ മോനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഈ നാടൻ കുട്ടിച്ചോറാക്കൂ. അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അച്ഛൻ അറിയാം. നായാട്ടുകാരെ നമുക്ക് വേറെയും കിട്ടില്ലേ? വക്കീലെ, ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണ എളുപ്പമാ. എനിക്ക് നിങ്ങൾക്കും എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ. നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു അവസരം കൊടുത്തൂടെ? നിങ്ങൾക്ക് എന്തിന്റെ വിരാന്താണ് അച്ഛോ? പത്തിന്റെ വാല് ഓടക്കോലിട്ട് നിവർത്തി നോക്കുകയാണ് അച്ഛൻ. ചിലപ്പോ നിവർന്നാലോ? ആ നിവർത്തി നോക്കി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവൻ എന്ത് തോന്നിവാസം കാട്ടിയാൽ അച്ഛൻ സമാനം പറയേണ്ടി വരും. സമ്മതിച്ചു. അച്ഛന് പള്ളിക്കാരിയെ നോക്കിയാ പോരായോ? ഈ കണ്ണി കണ്ടവനെയൊക്കെ നന്നാക്കാനും കുഞ്ഞാടുകളാക്കാനും പോകുന്നത് എന്തിനാണ് അച്ഛോ? അത് ഞാൻ തീരുമാനിച്ചോളാം. പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചാൽ ഇനിയും ഞാൻ വിടത്തില്ല. ഇത്രയും നാള് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി പണ്ടത്തിന് ഞാൻ കത്തി കയറ്റും. ഈ കൂട്ടുകെട്ട് അച്ഛന് ചീത്തപ്പേരുണ്ടാക്കും. അച്ഛന് മാത്രമല്ല, പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം. മക്നല്ല മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ? വാറുണ്ണിയെ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി. നിങ്ങൾ ഈ പാപം ചെയ്യാത്തവരാണോ എറിഞ്ഞത്? അവൻ അച്ഛനെ ഏതാണ്ട് കൈവശം കൊടുത്തതാ. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞോളൂ. അതെ അതെ. എല്ലാരും പറയണ എന്നെ വീണ്ടും ഇവിടെ താമസിപ്പിക്കണ മണ്ടത്തരമാണെന്നാ. പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ സ്വഭാവം നീ ഇനിയും തുടങ്ങുമോ? ഇല്ല. ഇത്രയും കാലം നിനക്ക് എന്തും ചെയ്യാം. നാണവും മാനവും നോക്കണ്ട. നീ എന്റെ മാനം നീ കളയുവോ? ഇല്ല. സത്യമാണോ? അച്ഛനാണ് സത്യം. പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല. ചെലവൊക്കെ ചുരുക്കി വേണം. മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ തരാൻ പണം. കള്ളച്ചാരായക്കാരൻ രാമനുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുവേണ്ടി ആയിരുന്നല്ലോ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയത്. എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുമോ? ആ, ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത്. അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടല്ലോ. പണിയെടുത്ത് തിന്നുന്നതിന്റെ രുചി അതറിയേണ്ടതാ. ആ, ഞാൻ ആലോചിക്കട്ടെ. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം. പിന്നെ ഞാൻ വന്നത്, വണ്ടിയും കാളയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് എന്നാ പ്രയോജനം? അവറ്റങ്ങളെ തീറ്റി പോറ്റണം. പിന്നെ ഇവിടെയും ചെലവ് നടക്കണ്ടേ? അതുകൊണ്ട് ആർക്കെങ്കിലും ദിവസവാടകയ്ക്ക് കൊടുക്കാം. ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാണച്ചോ? അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും.
വാറുണ്ണിയാ. അത് ശരിയാവില്ല. വേറെ ആർക്കും വേണമെങ്കിലും അച്ഛൻ കൊടുത്തോ. അവനിപ്പോ പഴയ പോലൊന്നും അല്ല. വേണ്ടച്ചോ, അയാൾ ഈ മുറ്റത്ത് വരുന്ന പോലും എനിക്കിഷ്ടമല്ല. വേണ്ട, വരണില്ല. അവൻ ഈ പരിസരത്ത് പോലും വരില്ല. പോരെ, വണ്ടി കൊണ്ടുപോകുന്ന ഞാനാ. വാടക എന്താന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വണ്ടി തെളിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ. എന്താ, എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ആരായി പേരിട്ടെ? വാറു അമ്മയാ, പള്ളിയിൽ പറയൂസാ. എന്നാലും നിന്റെ പേരിനേക്കാളും കൊള്ളാം. ഭാഗ്യക്കുറി. ഭാഗ്യലക്ഷ്മി എന്നാ? ലക്ഷ്മി ഭഗവതിയുടെ പേരാ. ഭാഗ്യം എന്നും വിളിക്കാം, ലക്ഷ്മി എന്നും വിളിക്കാം. ഇത് വാറു അല്ലെങ്കിൽ ഉണ്ണി. കുന്നംകുളം ഇതുപോലെ കാടും മലയോണോ? അതിന് എന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ. എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം. പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം. ചെല്ല്, അവിടെ നല്ല ആമ്പിള്ളേരുണ്ട്. നിന്റെ കിന്നാരം കൊണ്ട് ചെന്നാലേ അസലായി. പിന്നെ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോണത്. ഇയാളും ഉണ്ടാവില്ലേ? ഉണ്ടാവും, നിന്റെ അപ്പൂപ്പൻ വരും. അപ്പൂപ്പൻ വേണ്ട, നമ്മൾ രണ്ടാളും പോണടുത്ത് നമ്മൾ മാത്രം മതി. വായി തോന്നിയ പറഞ്ഞ ചീത്തപ്പേര് കേൾക്കണ്ട, അല്ലേ തന്നെ ആളുകൾ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ കഷ്ടം? എനിക്കൊന്നുമില്ല. നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണാലോചിച്ച് വരുമ്പോ മുടങ്ങി പോണ്ട. എനിക്കൊരു കൊല്ലപ്പിള്ളേരും വേണ്ട, ചെല്ലപ്പിള്ളേരും വേണ്ട. എനിക്ക് ഇങ്ങേര് മതി. പേരൊന്ന് മാറ്റണമെന്ന് മാത്രം. ഞാൻ തോറ്റല്ലോ. എന്താടി, വരുത്തന്മാര് തെമ്മാടികളെ പിടിക്കുന്നുണ്ടോ? ഇവിടെ ആണുങ്ങളുണ്ട്. അവിടെ നിക്കടി, നീ എങ്ങോട്ടായി പായുന്നത്? കുഞ്ഞച്ചാ, അവളെ അങ്ങ് വിട്ടേക്ക്. നിനക്കെന്താ ചോദിക്കാൻ അധികാരം? അതൊക്കെ ഉണ്ട്, വിട്ടേക്ക് കുഞ്ഞച്ചാ. വെറുതെ വാറിനെ ചീത്തയാക്കണ്ട. പോയിക്കോടി. എടാ പന്നി, അധികം കളിച്ചാൽ വെച്ച് കാച്ചാൻ മടിക്കുന്നവനല്ല ആൻഡോ. ചാഞ്ഞ വരാന്ന് കരുതി ഓടിക്കയറണ്ട. ജീവന് കൊതിയുണ്ടായിട്ടല്ല, ഒരു വലിയ മനുഷ്യന്റെ വില കളയാണ്ടിരിക്കാനാ. അതുകൊണ്ട് കാല് പിടിച്ച് പറയാ, മെക്കിട്ട് കയറരുത്. നിങ്ങളൊക്കെ കുതികുത്തി പറഞ്ഞിട്ടും ആ തെമ്മാടിയെ നാട്ടിൽ നിന്ന് ഇറക്കളയാൻ പറ്റിയില്ല, അല്ലടാ ഉഞ്ച? അതിന് ഞാൻ എന്നാ ചെയ്യാനാ? ആ പള്ളിയിലെ പട്ടക്കാരനാണെങ്കിൽ അവന്റെ കഷ്ടത്തില. പറിച്ചെറിഞ്ഞാലോട്ട് ആ പന്നി പോവുകയില്ല. പഴച്ചക്ക വിട്ട് ഈച്ച പോവോ? ആ, കോഴിയെ വെച്ചു കൊടുക്കാനും വിളക്ക് കാണിക്കാനും ഒക്കെ ഓരോ തറവാട്ടമ്മമാരുണ്ടല്ലോ. അത് നീ എന്നെ ഒന്ന് താങ്ങിയതാണല്ലോ. എന്റെ രാധാമണിക്ക് ഒരു തെറ്റുപറ്റി, അതിന് എല്ലു തുറങ്ങി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുമുണ്ട്. താൻ കൊടുത്താൽ എത്ര കൊടുക്കും? കാക്ക കൊത്തണതേ പശുവിനൊരു സുഖ. കുടുംബക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വെച്ച് പീക്കി വേണ്ട വിളച്ച. ഇപ്പൊ കിളിന്തർച്ച അവന്റെ തീറ്റ. താനത്ര പുണ്യമാണെന്നൊന്നും ആവണ്ട. തന്റെ ചെറുമകളെ അവൻ മേയ്ക്കാൻ തുടങ്ങിയിട്ടേ നാളെ കുറെ ആയി. അരിയേണ്ടത് ഇയാളെ അല്ല, പാവപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച് നശിപ്പിക്കുന്ന ആ പന്നിയെ ഇന്നും ഞാൻ കുളിക്കടവിൽ വെച്ച് കണ്ടതാ. ചങ്കൂറ്റ ഉണ്ടെങ്കിലേ അവനോട് പോയി ചോദിക്കും. എന്റെ കൊച്ചിനെ നീ നശിപ്പിച്ചില്ലടാ മഹാഭാവി. തന്തന്റെ അള്ളയില്ലാത്ത കൊച്ച. ഇനി ഞാൻ എന്ത് ചെയ്യും? അവളെ ഞാൻ ചീത്തയാക്കിയിട്ടില്ല, ഞാൻ സത്യം പറയണേ. ഒരു സത്യക്രിസ്ത്യാനി. നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. താരത്തിനും തഞ്ചത്തിനും പെണ്ണുങ്ങളെ കിട്ടാൻ നീ വിടുവോ? വഴിയെ പോകുമ്പോ കണ്ണും കൈയും കാട്ടി ആണായി പറഞ്ഞവരാരും വിടൂല. 1-2 വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്. അത് ചുമ്മാതല്ല, വിളിച്ചിട്ടാ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചട്ടത്തരം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, പറഞ്ഞാ ഞാൻ പട്ടിയായിട്ട് വരും. പട്ടി. അവന്റെ മൊഴിയും സാഹചര്യ തെളിവും വെച്ച് നോക്കുമ്പോ അവൻ നിരപരാധിയാകാനാണ് സാധ്യത, അല്ലേ? നിങ്ങളെ മോളിൽ നോൻ പടക്കാക്കി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബേജാറാവില്ലേ? ഞാൻ മതിയാക്കുക. 10,000 പോയി. കഴിഞ്ഞ തവണ തൂത്തുവാരി കൊണ്ടുപോയതല്ലേ, ഇത്തവണ ഇറങ്ങട്ടെ. ഇന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചതാ. കുഞ്ഞത്തെ വാടാ, നമുക്ക് വാ. ഇരിക്കുന്നേ, ഇന്നിനി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. വാടാ പോവാ. ആരെയാണ് ഇന്ന് കണി കണ്ടത്?
എന്താ സുഖമില്ലേ? ഒരു പരവേശം കുറഞ്ഞു. ആശുപത്രി പോണോ? ഞാൻ കൊണ്ടുപോവാ. എന്തിന്? കഴിയാറായി. കൊണ്ടുപോവാൻ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ആരാ? കണ്ണടച്ചാൽ കാണാം. അപ്പനും അമ്മയും മാലാഖമാരും എന്റെ തോമസ് കുട്ടിയും. നീ ഏതാ? എന്റെ പേര് വാറുണ്ണിന്നാ. ഇരിക്കും. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നിട്ട് കുറെ നാളായി. അമ്പലക്കാളയെ പോലെ നടന്നു നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോറ്റുന്നു? വണ്ടി കൊണ്ടുപോകുന്നതിന്റെ വാടകയല്ലേ ഞാൻ തരുന്നുള്ളൂ. അതല്ല, വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. തോമസ് കുട്ടിയെ അറിയായിരുന്നു. അവരെങ്ങനെയാ മരിച്ചത്? അത് ഞാൻ അപ്പാ കണ്ട തെമ്മാടികളും തെണ്ടികളൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് എന്തിനാ? വണ്ടിപ്പണം കൊണ്ട് വന്നതാ. ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. എല്ലാം അച്ഛനെ ഏൽപ്പിച്ചാ മതി. അച്ഛൻ പറഞ്ഞിട്ടാ ഇവിടെ കൊണ്ടു തരാൻ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കയറാതെ റോട്ടിൽ തന്നെ നിൽക്കായിരുന്നു. ഞാൻ വിളിച്ച് കയറ്റിയതാ. അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞാൻ ചത്തേനെ. അപ്പനറിയില്ല ഇയാളുടെ സ്വഭാവം. ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞെന്നും പറഞ്ഞു വന്നാൽ ഞാൻ ചൂലിട്ടടിക്കും. അന്നമ്മേ, ഒരു മനുഷ്യരല്ലടി അയാള്. നന്ദി വേണ്ടടി, നന്ദി. നീ പോയില്ലേ? അവൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ വേർപ്പാ ഇപ്പൊ അവൾ ഉണ്ടെന്നേ. പുഴുത്ത പട്ടിയെ പോലെ ഞാൻ കാണുമ്പോ എല്ലാരും കാർക്കിച്ച് തുപ്പുക. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരുന്ന അങ്ങനൊക്കെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. സങ്കടവും വിഷമമൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. കണ്ണടച്ച ആ ചെക്കന്റെ മുഖം. അവന്റെ അപ്പനത് ചോദിക്കുകയും കൂടെ ചെയ്തപ്പോ അയാൾക്കറിയാച്ചോ ഞാനാ കൊന്നു. വെറുതെ അതും ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അയാള് ചുമ്മാ ചോദിച്ചായിരിക്കും. മനസ്സമാധാനം തരണേന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ നാട്ടിൽ നിന്ന് പോയാലും അത് കിട്ടും. അതിനും കഴിയണില്ലല്ലോ കർത്താവ്. ആ കുടുംബം ഒന്ന് കരകയറി കിട്ടിയാ പിന്നെ നിനക്ക് സമാധാനമായിട്ട് പോവാം. ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണം. പിന്നെ അവൻ നോക്കിക്കോളൂ അവരെ. പള്ളിയിലെ ഒരു സഹായനിധി ഉണ്ട്. അതിൽ നിന്ന് 10,000 എടുക്കാം. പിന്നെ നിന്റെ കുറെ കാശ് എന്തെങ്കിലും ഉണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വിചാരിച്ച് നടക്കും. ഇനി ആരെ കൊന്നിട്ടാലും ഞാൻ കുറെ കാശും കൂടെ ഉണ്ടാക്കാം. ഇവിടെ തന്നെ കൂടാൻ സമ്മതമുള്ള ഒരാളാവണം. നല്ല കാര്യമുള്ളൂ. എന്റെ അറിവിലൊരാളുണ്ട്. ആ നോക്കട്ടെ. എന്താ? ആന്റോന് ഒരു 5000 രൂപ അത്യാവശ്യം ഉണ്ടെന്ന്. അവന്റെ അപ്പൻ സമ്പാദിച്ചോണ്ട് തന്നിട്ടൊന്നുമില്ല. ചോദിക്കുമ്പോക്കെ 5000 10,000 എടുത്ത് കൊടുക്കാൻ. ദാ മലഞ്ചരക്ക് വിറ്റ കണക്കാ. കൃഷി ചെയ്യാൻ ചെലവിട്ട കാശ് പോലും ഇല്ല. നല്ല വിളവായിരുന്നു, പക്ഷെ കണക്കിലില്ല. ഈ ചരക്കൊക്കെ ആരുടെ വായിലൂടെയാ പോയത്? മോളെ, നിന്നെ വിഷമിപ്പിക്കാനല്ല അപ്പം പറഞ്ഞത്. മാസം കാശെത്രയാവും നശിപ്പിക്കുന്നത്. എന്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം അവൻ തന്നെ നോക്കി നടത്തേണ്ടതല്ലേ? ഞാൻ പറയാഞ്ഞിട്ടല്ലപ്പാ. ഞാൻ പറഞ്ഞ കേക്കില്ല. പിന്നെ ആര് പറഞ്ഞാലും അവൻ കേൾക്കുക. അങ്ങനെ ആരുടെയും മരുതിക്കുക എന്നെ കിട്ടില്ല. കാര്യം എന്റെ കുടുംബക്കാർ കാശ് കുറവാണെങ്കിലും ഞങ്ങൾ തറവാട്ടുകാരാ. നിന്റെ തറവാടിത്തം എല്ലാവർക്കും അറിയാം. ഒരപേക്ഷ എനിക്കുള്ളൂ, ഇതെല്ലാം നശിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കാം. ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. എന്താ മോക്ക് വേറെ ഭർത്താവിനെ നോക്കിയോ? നീ ഇതെപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് ഒഴിഞ്ഞു പോ. ഭർത്താവില്ലെങ്കിലും മനസമാധാനം ഉണ്ടാവില്ല അവൾക്ക്. ഓ അത് ശരി. അപ്പൊ എല്ലാവരുടെയും മോഹം അത് തന്നെയാണ്. മോക്കാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇവളുടെ ചന്തം കണ്ടിട്ടൊന്നും അല്ല ആന്റണി ഇവളുടെ പുറകെ നടന്നത്. സ്വത്ത് കണ്ടിട്ട് തന്നെയാ. അത് കളഞ്ഞിട്ട് ആന്റണി പോകത്തില്ല എന്റെ പൊന്നപ്പ.